കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ തുടരാനുള്ള കേന്ദ്ര ബഡ്ജറ്റിലെ നിർദ്ദേശം പൂവാർ കപ്പൽശാലയ്ക്ക് ഗുണമാകും. കപ്പൽ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന നയം പുതുക്കാനുള്ള തീരുമാനവും അനുകൂലമാകും. കപ്പൽ നിർമ്മാണത്തിൽ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൗകര്യം സജ്ജമാക്കാനുമാണ് ബഡ്ജറ്റിലെ നിർദ്ദേശം. കപ്പൽ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായവുമുണ്ട്. നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, സാമഗ്രികൾ, പാർട്സ് എന്നിവയ്ക്കുള്ള കസ്റ്റംസ് നികുതി 10 വർഷത്തേക്ക് കൂടി ഒഴിവാക്കി. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ തുറമുഖത്തിന് 10 കിലോമീറ്റർ അടുത്തുള്ള പൂവാറിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മാരിടൈം അമൃതകാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂവാറിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാൻ കേന്ദ്രവും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പൽശാലയ്ക്കും അനുബന്ധ ടൗൺഷിപ്പിനുമായി 2500 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പദ്ധതിക്ക് തിരിച്ചടിയാണ്. രാജ്യാന്തര കപ്പൽശാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള പൂവാറിൽ തീരത്ത് നിന്ന് 1/2 കിലോമീറ്റർ ദൂരം വരെ 13 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കാൻ വരെ അനുയോജ്യമാണ് പൂവാറിലെ സൗകര്യങ്ങൾ. തീരത്തുനിന്ന് 1/2 കിലോമീറ്ററിനപ്പുറം 30 മീറ്റർ വരെ ആഴമുണ്ട്. ഇടയ്ക്കിടെയുള്ള ഡ്രഡ്ജിംഗ് വേണ്ടിവരില്ല. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലും വന്യമൃഗശല്യത്തിലും വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടിന് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണനയൊന്നും ലഭിച്ചില്ല. ജില്ലയ്ക്ക് നിരാശയേകുന്ന ബഡ്ജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റെന്ന് ആരോപണമുയരുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി മനസ്സിലാക്കിയതാണ്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വയനാടിന് പ്രത്യേക പരിഗണനയൊന്നും ബഡ്ജറ്റിൽ ലഭിച്ചില്ല. ഒരാഴ്ച മുൻപാണ് വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വീട്ടമ്മ കടുവയുടെ ആക്രമണത്തിൽ ദാരുണമായി മരിച്ചത്. അടിക്കടി വന്യമൃഗശല്യം അനുഭവപ്പെടുന്ന ജില്ലയിൽ വന്യമൃഗശല്യ പ്രതിരോധ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അനുകൂലമായ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന ആക്ഷേപമുയരുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന സമീപനമാണ് ബഡ്ജറ്റിലുണ്ടായതും. പഞ്ചാരക്കൊല്ലി തറാട്ട് രാധയെ കടുവ കൊന്ന സംഭവം ചർച്ചയായ വേളയിലാണ് ബഡ്ജറ്റ് അവതരണം ഉണ്ടായതെങ്കിലും ജില്ലയിലെ വന്യമൃഗശല്യ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകാത്ത ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആശയം സംസ്ഥാനം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ മാസം ഈ ആവശ്യം പരിഗണിച്ചെങ്കിലും ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ബഡ്ജറ്റിൽ പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും ഉണ്ടായില്ല. 153.47 കോടി രൂപ അനുവദിച്ചെങ്കിലും ദുരന്ത നിവാരണ നിധി വിനിയോഗത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഈ തുക ഉപയോഗിക്കാനാവില്ലെന്ന ആശങ്കയുണ്ട്. കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ജില്ലയിലെ ഭൂരിഭാഗം ജനങ്ങളും. കാപ്പി, കവുങ്ങ്, കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്കുണ്ടാവുന്ന രോഗബാധ കർഷകരെ ഏറെ പ്രയാസത്തിലാക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും ജില്ലയിലെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഇവയെ പ്രതിരോധിക്കുന്നതിലുള്ള ഇടപെടലുകൾക്കായുള്ള ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റിലുണ്ടായില്ല. കേന്ദ്ര സർക്കാരിന്റെ ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ ഇടം നേടിയ സംസ്ഥാനത്തെ ഏക ജില്ലയാണ് വയനാട്. കുരുക്കനുഭവപ്പെടുന്നതും അപകട ഭീഷണിയുള്ളതുമായ ചുരംപാതയിലൂടെ അല്ലാതെ ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് പോകാൻ സാധിക്കില്ല. ജില്ലയിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന തരത്തിൽ റെയിൽ വ്യോമ ഗതാഗതവും മുൻപേറെ ചർച്ചയായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ജില്ലയിലെ യാത്രാക്ലേശം അകറ്റാനുള്ള പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന വയനാടൻ ജനതയ്ക്ക് നിരാശയേകുന്നതായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.